കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റേഴ്സ് ആയല്ല 379 380 ടു ബി ഫ്രാങ്ക്, നമ്മുടെ ചാപ്റ്റേഴ്സ് ആയിട്ട് കുറച്ചധികം ദിവസങ്ങളെ നമ്മൾ ഇത്രയും നാൾ എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത് മെയിനായിട്ട് 2 റീസൺ ഉള്ളതുകൊണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ചാപ്റ്ററിന് വളരെ ലോ ക്വാളിറ്റി സ്കാൻസ് ആണ് റിലീസ് ആയിട്ടുള്ളത്. സെക്കൻഡ്, ഇതിനകത്ത് ഡബിൾ സ്പ്രെഡ് ചെക്ക സിംഗിൾ പേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അത് ഹൈ ക്വാളിറ്റി ആയതിനു ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നെങ്കിൽ കൂടിയും നിങ്ങളെല്ലാവരും വീണ്ടും കമൻറ്റ് അയച്ച് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ചെറിയൊരു ചോദ്യമുണ്ട്, അപ്കമിംഗ് ആയുള്ള ബ്ലാക്ക് ലോന്റെ ചാപ്റ്റേഴ്സ് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം? ലോ ക്വാളിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണോ അതോ ഹൈ ക്വാളിറ്റി ഇറങ്ങിയതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? നിങ്ങൾ തന്നെ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ബാക്കിയുള്ളവരെല്ലാവരും നമ്മുടെ ലൂഷ്യസിന്റെ ക്ലോൺസിനെ സക്സസ്ഫുള്ളി തന്നെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഈ ഒരു കാര്യം ബാക്കിയുള്ള നാട്ടുകാരും കാണുന്നുണ്ടായിരുന്നു. കാര്യം ഇത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും കണ്ട് സന്തോഷിക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. ഗ്രിമ്മോ ടവറിൽ എന്തോന്ന് സംഭവിക്കുന്നുണ്ട്. അവിടുന്ന് വെളിച്ചം മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ലൂഷ്യസിന്റെ അടുത്തേക്കാണ്. ആസ്റ്റർ യൂണിയൻ ഞെട്ടിത്തെറിച്ചാണ് ആ ഒരു കാഴ്ച കാണുന്നത്. കാര്യം ലൂഷ്യസ് വീണ്ടും ഉയർത്തെഴുന്നേക്കുന്നുണ്ട്. അവസാനം നിങ്ങളത് ചെയ്തല്ലേ, എന്തായാലും ബ്രില്യൻറ്റ് വർക്കായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അഡ്വെന്റ് ഓഫ് ദി വിസാർഡ് എംപയറിൻ്റെ ജനനമാണ്. സോ നീ എന്താണ് ഈ പറയുന്നത്? ഞങ്ങളിപ്പോൾ ഡിഫീറ്റ് ചെയ്തതും ഇത്ര നേരം ഞങ്ങൾ ഫൈറ്റ് ചെയ്തതും എല്ലാം ഒരു ക്ലോണിനെയാണെന്നാണോ? അതെ, നീയൊക്കെ ഫൈറ്റ് ചെയ്ത ആ ക്ലോൺസിനെ ഉണ്ടാക്കാൻ കുറച്ചധികം സമയമെടുത്തു. പക്ഷേ അവരാവശ്യത്തിന് സമയം എനിക്ക് തന്നിരുന്നു. ആ ഒരു ടൈം കൊണ്ട് ഞാൻ സേഫ്ലി തന്നെ നിങ്ങളുടെ കിങ്ഡത്തിലുള്ള എല്ലാ ഗ്രിമ്മോർ ടവറുമായിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഗ്രിമ്മോർ ടവർസോ? ഈ ഭൂമിയിലേക്ക് മനുഷ്യരാശികൾ ജനിച്ചു വീണ ആ സമയം മുതൽ തന്നെ ഗ്രിമ്മോ ടവേഴ്സ് ഇവിടെയുണ്ട്. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? യഥാർത്ഥത്തിൽ ഈ ഗ്രിമ്മോ ടവേഴ്സ് എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അതൊരു വിസ്ഡമാണ്. നമ്മുടെ ദൈവങ്ങൾ നമുക്ക് തന്ന ഒരു വിസ്ഡം. ഒരു മനുഷ്യൻ്റെ എലൈറ്റ് ആയുള്ള മാജിക്കിനെ എൻഹാൻസ് ചെയ്യാനാണ് ഈ ഗ്രിമ്മോസ് ഉപയോഗിക്കുന്നത്. ബൈ ദ വേ, ഈ ഒരു മേജ് മരിച്ചു കഴിയാൻ നേരത്ത് ഈ ഗ്രിമ്മോറിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു സ്പെൽസിന് അവൻ ലൈഫിൽ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത ആ ഓരോരോ പവേഴ്സ് അറ്റാക്സിന് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെല്ലാം സക്സസ്ഫുള്ളി തന്നെ ആ ഗ്രിമ്മോർ ടവറിലേക്ക് തിരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗ്രിമ്മോർ ടവർ ലിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ആ സ്പെൽസ് എല്ലാം തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. മനുഷ്യരാശി ഇത്ര നാളം അക്യുമുലേറ്റ് ചെയ്ത ആ ഒരു വിസ്ഡം ഞാനിനി യൂസ് ചെയ്യാൻ പോകുകയാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു അവർ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് ഒരു അറ്റാക്ക് വന്നു ചേരുന്നത്. എന്നിട്ട് ലൂഷ്യസ് അവരുടെ ഫ്രണ്ടിൽ നിന്ന് അപ്രത്യക്ഷനാകും. ഈ ഒരു സമയത്ത് താഴെ 2 പേര് നിൽപ്പുണ്ടായിരുന്നു. സിറ്റുവേഷനൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് എല്ലാം ഒന്ന് സ്റ്റഡി ആയിട്ട് വരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഇവിടുന്ന് ജീവനോടെ തന്നെ പോകും. പക്ഷേ അവരുടെ പുറകിൽ പെട്ടെന്ന് ലൂഷ്യസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ മാർക്സ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പറയുന്നുണ്ട്, യൂണോ നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? ആസ്റ്റർ യൂണോ, നിങ്ങൾക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ പ്ലീസ് എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവർ രക്ഷിക്കുക. മിമോസ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, മാർക്സ് ഇനി എത്ര പേരും കൂടെ കാണും വൂണ്ടറായിട്ടുള്ള? പക്ഷേ അവനൊന്നും പറയത്തില്ല. അവൾ തിരിഞ്ഞു നോക്കാനടുത്ത് മാർക്സ് നിന്നെടുത്ത് അവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് യൂണോയുടെ ആസ്റ്റർ ഫ്രണ്ടിലേക്ക് ലൂഷ്യസ് വരുന്നുണ്ട്. പക്ഷേ ഒറ്റക്കല്ലായിരുന്നു. ഇപ്പോൾ ഉള്ള മാർക്സും പിന്നെ നേരത്തെ കാണിച്ച ആ 2 പേരെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നേരത്തെ പർപ്പിൾ ഓറസിലെ ഫോർമൽ ക്യാപ്റ്റനും അതുമാത്രമല്ല അത് ആ കള്ളനുമല്ലേ, പിന്നെ മാർക്സും ഉണ്ടല്ലോ. അവർക്ക് 3 പേർക്കും അവിടെ എന്താണ് സംഭവിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവരിങ്ങനെ അനങ്ങാതെ നിൽക്കുവാണ്. സോ ഈ മേജസിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ ഗ്രിമോസും ആ ഒരു ടവറിലേക്ക് റിട്ടേൺ ചെയ്യും. അടുത്ത സെക്കൻഡിൽ തന്നെ ആസ്റ്റർ കിടന്ന് കാറുന്നുണ്ട്. പക്ഷെ അവനപ്പോൾ പറയുകയും ചെയ്യും, അതിലുപരി എനിക്ക് അവിടെ അറ്റാക്സും യൂസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ കള്ളൻ്റെ അറ്റാക്ക് യൂസ് ചെയ്ത് നമ്മുടെ യൂണിനെ പുള്ളിക്കാരൻ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ആസ്റ്റർ പുള്ളിക്കാരൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് അത് നശിപ്പിച്ച് കളയുന്നുണ്ടെങ്കിലും നമ്മുടെ ലൂഷ്യസ് പറയുന്നുണ്ട്, സോ ഇതാണ് നിൻ്റെ അവസാനത്തെ മൊമെൻറ്റ്സ്. പക്ഷേ ഇത് നിങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, ക്ലോർക്കിൻ്റെത്തിലുള്ള എല്ലാവരും അത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാവരുടെ ഫ്രണ്ടിലേക്ക് ലൈവായിട്ട് കാണിച്ചും കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ദൂരെ നമ്മുടെ ലാൻഡ് ഓഫ് സണ്ണി റിയൂ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ലൂഷ്യസ് അവൻ്റെ അൾട്ടിമേറ്റ് മാജിക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തായാലും ശരിയല്ല. പെട്ടെന്ന് നമ്മുടെ ഫൂജിയുടെ പവേഴ്സ് യൂസ് ചെയ്ത്, അതായത് ഫൂജിയുടെ പവേഴ്സ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ മാർക്ക് ചെയ്ത എല്ലാവരുടെ സൗണ്ട് അവനെ എത്ര ദൂരത്ത് നിന്നാലും കേൾപ്പിക്കാൻ പറ്റും. അങ്ങനെ പുള്ളിക്കാരൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ആസ്റ്റയോട് നമ്മുടെ റിയൂ സംസാരിക്കുന്നുണ്ട്. ആസ്റ്റ, ലൂഷ്യസിൻ്റെ കാര്യം ഇപ്പോൾ വളരെയധികം ഡേഞ്ചറാണ്. ഈ ഒരു സമയത്ത് ലൂഷ്യസ് അവർ 2 പേരെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറ്റുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലൂഷ്യസ് അതൊക്കെ ഇൻവൈറ്റ് ചെയ്ത് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ആസ്റ്റ, നിൻ്റെ ആൻറ്റി മാജിക് കൊണ്ട് ഇനി ലൂഷ്യസിന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷേ എന്തൊരു റീസൺ കൊണ്ട് അവൻ്റെ എല്ലാ പവറും അവൻ്റെ നെഞ്ചത്തുള്ള ആ ഒരു ക്രിസ്റ്റലിലാണ് ഇരിക്കുന്നത്. അതാണ് നിൻ്റെ ടാർജറ്റ്. നീ സെട്ടൺ യൂസ് ചെയ്ത് അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ നേരത്ത് ലൂഷ്യസ് അവൻ്റെ പുറകിൽ വന്നിട്ട് പറയുന്നുണ്ട്, ആസ്റ്റ
എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. നീ പേടിക്കേണ്ട, കാര്യം നിന്റെ വരാൻ പോകുന്ന ജീവിതത്തിൽ ഞാൻ നിനക്കൊരു നല്ല മാജിക് തരികയും ചെയ്യും, നിനക്ക് പ്രോപ്പറായിട്ട് ഒരു ജീവിതം തരികയും ചെയ്യും. അതുകൊണ്ട് മര്യാദക്ക് റിലാക്സ് ആയി മരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് ലൂഷ്യസ് അറ്റാക്ക് ചെയ്യാൻ പോകാൻ നേരത്ത് നമ്മുടെ യൂൺ അവിടേക്ക് വന്ന് ആസ്റ്റനെ രക്ഷിക്കുന്നുണ്ട്. അതിന് ഞങ്ങളും തോറ്റിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകാൻ നേരത്താണ് ആ ഒരു രൂപം, അതായത് ആസ്റ്റയുടെ ലിബിയുടെ അമ്മയുടെ രൂപം അവരുടെ ഫ്രണ്ടിൽ വരുന്നത്. ലിബിയുടെ കൺട്രോൾ പോയി പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് അവളെ കട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ ഡെവിൽ റീയൂണിയൻ അണ്ടനാകുന്നുണ്ട്. അവർ രണ്ടുപേരും രണ്ടായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ലൂഷ്യസ് കറക്റ്റ് സമയമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരെ നിർത്താതെ അറ്റാക്ക് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും വലിയൊരു ഡാമേജ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു അവസ്ഥ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. അപ്പോഴാണ് ലൂഷ്യസ് പുള്ളിക്കാരൻ്റെ പവേഴ്സ് ഒന്നുകൂടി യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇത്ര നേരം ഡിഫീറ്റ് ചെയ്ത എല്ലാവരും പലഡിൻസ് വീണ്ടും ഉയർത്തെഴുന്നേക്കാൻ തുടങ്ങും. ഒരു പുതിയൊരു യൂബും പോലെ, ഒരു പുതിയൊരു മോൺസ്റ്റേഴ്സിനെ പോലെ അവരുടെ പവേഴ്സ് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അവർ പുതിയൊരു ഒരു കംപ്ലീറ്റ് മോൺസ്റ്ററായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ലൂഷ്യസിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ആശ കിടക്കുവാണ്. അവൻ പറയുന്നുണ്ട്, സോ കഴിഞ്ഞ വട്ടം ഞാൻ നിന്നെ കൊന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത്തവണ എനിക്ക് തെറ്റി. പക്ഷേ ഇത്തവണ അത് ഉറപ്പായിട്ടും തെറ്റത്തില്ലെന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടാവും. എന്നിട്ട് പെട്ടെന്നായിരുന്നു യൂൺ അവിടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന പല ഡെൻസിനെ എല്ലാത്തിനും ഡിഫീറ്റ് ചെയ്ത് ആസിനെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരൻ ലൂഷ്യസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിയു പറയുന്നുണ്ട്, ഇതെന്താണ് അവൻ്റെ സ്ട്രെങ്ത് എന്താണ് ഇത്രയും വർദ്ധിച്ചത്? യൂണക്ക് നേരത്തെ പക്ഷേ ഇത്രയധികം പവേഴ്സ് ഇല്ലായിരുന്നല്ലോ, നീ വീണ്ടും നെവർലാൻഡ് യൂസ് ചെയ്യുവാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ പവേഴ്സ് കൊണ്ട് അധികം ആർക്കൊന്നും പിടിച്ചു നിൽക്കാനും സാധിക്കത്തില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ ആസ്റ്റയുടെ പവേഴ്സ് ബാക്കിയുള്ള കുറച്ചധികം ബ്ലാക്ക് ബുൾസ് ഉണ്ടല്ലോ, അവരും പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ ആൻറ്റി മാജിക്കിൻ്റെ പവർ നമ്മൾ യൂസ് ചെയ്ത് ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യണം. ഈ ഒരു സമയത്ത് തന്നെ യൂണെ നമ്മുടെ ലൂഷ്യസുള്ള ഫൈറ്റ് വളരെ നന്നായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൂഷ്യസിൻ്റെ മേത്ത് കുറച്ചധികം വോൺസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് അപ്പം തന്നെ ഹീലാകുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ലൂഷ്യസ് ഒന്നിലധികം എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചധികം മാജിക് ആട്രിബ്യൂട്ട്സ് ആണ് ഒരുമിച്ച് ഇപ്പം യൂസ് ചെയ്യുന്നത്. യൂണോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കൊരിക്കലും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു സമയത്ത് ആസ്റ്റ് യൂണോ എന്നെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, യൂണോ നിന്നെ കൊണ്ടത് സാധിക്കും. എന്നിട്ട് പുള്ളിക്കന്നെ സോഡ് പതുക്കെ ഉയർത്തുന്നുണ്ട്. ഞാൻ എന്തായാലും നിന്റെ പുറകെ എത്രയും പെട്ടെന്ന് തന്നെ വന്നേക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ലൂഷ്യസ് പറയുന്നുണ്ട്, നീ അവനെ എവിടേക്ക് അയച്ചിട്ടും കാര്യമില്ല, നീ എവിടേക്ക് അയച്ചാലും ഉറപ്പായിട്ടും അവനെ ഞാൻ കൊന്നിരിക്കും, തേടി പിടിച്ച് കൊന്നിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ലൂഷ്യസ്, അവൻ ഉറപ്പായിട്ടും ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ യൂണോടെ പുതിയൊരു ഫോമാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പുള്ളിക്കാരൻ്റെ വോയിസും പുള്ളിക്കാരൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ ആൻറ്റി മാജിക്കിൻ്റെ പ്രോപ്പർട്ടിയും അതേപോലെ നമ്മുടെ ആസ്റ്റയുടെ സോഡുമാണ് ഇരിക്കുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ അടുത്തൊരു ചാപ്റ്റർ എപ്പോഴും നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. എന്തായാലും വരാൻ നേരത്ത് തന്നെ ഒന്നെങ്കിൽ ഞാൻ ലോ ക്വാളിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം, അഥവാ ഇനി ഹൈ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഹൈ ക്വാളിറ്റി സ്കാൻസ് ചെയ്യാനടുത്ത് അതായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ യൂണോക്ക് ഇവിടെ ഒരു പവർ കിട്ടിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഇത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട.